നവകേരള സദസ്സിനുള്ള പ്രത്യേക ബസ് ബംഗളൂരുവിൽ നിന്ന് കാസർഗോഡേക്ക് പുറപ്പെട്ടു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനുള്ള ബസ്സാണിത്. അതിന്റെ ഫ്രണ്ട് കെ വി ബൈജു ചേരുന്നു. ബൈജു, നവകേരള സദസ്സിനുള്ള ബസ് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് കാസർഗോഡ് എത്തുന്നത്? വിവരങ്ങൾ. ധന്യ, ഈ നവകേരള സദസ്സുമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ബസ്സിനെ സംബന്ധിച്ച് തന്നെയാണ്. എന്തായാലും വളരെ രഹസ്യമായി വെച്ച ബസ്സിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇത് മാണ്ഡ്യയിലെ പ്രകാശ് ഓട്ടോ ബിൽഡേഴ്സ് ആണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ലാൽബാഗ്, അതായത് ബാംഗ്ലൂരിലെ ലാൽബാഗിൽ നിന്നാണ് ഇപ്പോൾ ഈ ബസ് പുറപ്പെട്ടിരിക്കുന്നത്. ഈ ബസ്സിനെ ചൊല്ലി ഈ ബസ്സിന്റെ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്നൊരു നിർദ്ദേശം ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ദൃശ്യം എടുക്കുന്ന സമയത്തും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തരുത്, ഇത് കേരള മുഖ്യമന്ത്രിക്കുള്ള പ്രത്യേക വാഹനമാണ്, ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് പോകരുതെന്ന് കർശന നിർദ്ദേശമുണ്ടെന്നാണ് ഈ കമ്പനി അധികൃതർ അറിയിച്ചത്. എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. KL 15 രജിസ്ട്രേഷനോട് കൂടിയ ഈ വാഹനം എന്തായാലും അത്യാഡംബരം ഉള്ള ഒരു സൗകര്യത്തോടു കൂടിയുള്ള വാഹനം തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ പ്രത്യേക സീറ്റ് 360 ഡിഗ്രി സംവിധാനത്തോടു കൂടി, അതായത് മുന്നിൽ നിന്നോ പിറകിൽ നിന്നോ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് അത്തരത്തിൽ മീറ്റിംഗോ മറ്റോ സംഭവങ്ങളോ ഈ ബസ്സിന്റെ അകത്ത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബസ്സിന്റെ ദൃശ്യങ്ങൾ ഒരിക്കലും പുറത്തു പോകരുതെന്ന ഗതാഗത വകുപ്പ് മന്ത്രി പോലും വെല്ലുവിളിച്ചതാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഏതായാലും ബസ് ഇപ്പോൾ ബംഗളൂരുവിലെ ലാൽബാഗിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും നാളെ പുലർച്ചയോടുകൂടി ഈ ബസ് കാസർഗോട്ടേക്ക് എത്തും. കാസർഗോഡ് എയർ ക്യാമ്പിലാണ് ബസ് സൂക്ഷിക്കുക. എന്തായാലും നാളെ ഉച്ചയ്ക്ക് മന്ത്രിമാർക്കും മറ്റും സഞ്ചരിക്കാനുള്ള ബസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ രഹസ്യമായി വെച്ചിരുന്ന ഈ ബസിന്റെ ദൃശ്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. ബ്രൗൺ കളറുള്ള ബസ്, എന്തായാലും 13.5 ഫീറ്റ് നീളം, 24 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യം, മറ്റ് വിവിധ തരത്തിലുള്ള ആഡംബര സൗകര്യങ്ങളോടുകൂടി ബസ്സാണ്. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച ഈ ബസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും ഈ ബസ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ധന്യ, ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദമുണ്ടാക്കിയ ഈ ആഡംബരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ വിവാദമായി നിന്നത് ഈ ബസ് തന്നെയാണ്. അപ്പം ബസ്സുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നേരത്തെ ഒന്നും ലഭിച്ചിരുന്നില്ല. ബാംഗ്ലൂരിലാണ് ഇത് നിർമ്മിക്കുന്നത് എന്ന് മാത്രമേ അറിയൂ. ബൈജു പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ പോലും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ ആ ബസിന്റെ ദൃശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ സീറ്റിംഗ്? നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇത്രയധികം ചിലവാക്കി നിർമ്മിച്ചിരിക്കുന്ന ബസ് കൂടിയാണ്. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ, ബസ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഭാരത് ബെൻസ് കമ്പനിയാണ് ഈ ബസ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 360 ഡിഗ്രി സംവിധാനത്തോടു കൂടിയ സീറ്റ്, മുഖ്യമന്ത്രിക്ക് പ്രത്യേക ഇരിപ്പിടം, മറ്റെല്ലാ സൗകര്യവും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ബസ്സിന് ഇപ്പോൾ 1 കോടി 1.5 കോടിയോളം രൂപയാണ് ചെലവെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനും കൂടുതൽ ചെലവ് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ കാര്യവും വളരെ രഹസ്യമായാണ്. ഈ കമ്പനി പോലും ഇതിന്റെ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തുവിട്ടിരുന്ന തരത്തിലായിരുന്നു ഇവരുടെ നീക്കങ്ങൾ. പക്ഷേ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ബസ്സിന്റെ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പകർത്തരുതെന്നാണ് ഈ കമ്പനി അധികൃതർ പറഞ്ഞത്. കാരണം അവർക്ക് കർശന നിർദ്ദേശമുണ്ടത്രേ. ഈ ബസ് ഒരു സർപ്രൈസ് ആയിരിക്കുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. ഈ പരിപാടിയുടെ സമയത്ത് മാത്രം നിങ്ങൾക്ക് ബസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഇതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി പോലും വെല്ലുവിളിച്ചിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നു. ബസ് ഇപ്പോൾ ലാൽബാഗിൽ നിന്ന്, ബാംഗ്ലൂരിലെ ലാൽബാഗിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സൗകര്യത്തോടു കൂടി, ആഡംബര സൗകര്യത്തോടു കൂടിയുള്ള ബസ്സാണ്. ഈ ബസ്സിനെ ചൊല്ലിതാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആദ്യം ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ബസ്സിനെ ചൊല്ലിയാണ്. ഇത്തരത്തിൽ ദൂർത്ത് എന്ന തരത്തിൽ ഇത്തരത്തിലൊരു ബസ് ഉണ്ട് എന്നുള്ള തരത്തിലാണ് നേരത്തെ വന്ന വിവാദങ്ങളൊക്കെ. എന്തായാലും ഈ ബസ് നാളെ രാവിലെയോടുകൂടി കാസർഗോഡ് എത്തും. ഉച്ചയ്ക്കാണ് നവകേരള സദസ്സിന്റെ പരിപാടിക്കായി ആദ്യം തന്നെ ഈ കാസർഗോഡ് സ്വകാര്യ ലോഡ്ജുകളിലുള്ള മന്ത്രിമാരെ ഈ ബസ് വെച്ച് കൊണ്ടുപോകും. ഇവരെയും കൂട്ടി പൈവെളികയിലെ ഈ പരിപാടി നടക്കുന്നിടത്തേക്കാണ് ഈ ബസ് ഇവരെ എത്തിക്കുക. എന്തായാലും
ബസിന്റെ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. KL-15 രജിസ്ട്രേഷനോട് കൂടിയ ഏതായാലും സംസ്ഥാനത്തെ ഏറ്റവും ആഡംബരം ഉള്ള KSRTCയുടെ ബസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഭാരത് ബെൻസ് ആണ് ഇതിന്റെ നിർമ്മാതാവ്. പ്രകാശ് ഓട്ടോ ബിൽഡേഴ്സ് മാണ്ഡ്യയിൽ നിന്നാണ് ഈ ബസ് നിർമ്മിച്ചത്. മാണ്ഡ്യയിൽ നിന്ന് നിർമ്മിച്ച് ബാംഗ്ലൂരുവിലെ ലാൽബാഗിലെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് ഇപ്പോൾ ബസ് പുറപ്പെട്ടിരിക്കുന്നത്. തന്നെയാണ് ബൈജു, ഇത് ടൂറിസത്തിന് ഉപയോഗിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ ഉപയോഗിക്കാൻ കൂടി ഉള്ള സജ്ജീകരണങ്ങൾ നടത്തിയാണോ ബസ് ഇറക്കുന്നത്? ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് ശേഷം പിന്നീട് മാറ്റിയോ പുതുക്കിയോ പണിയാനുള്ള തീരുമാനമായിരിക്കുമോ എടുക്കുക? ധന്യ, ഈ ബസ്സിനെ സംബന്ധിച്ച് ഒരു വിവരം പോലും പുറത്തുവിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു ഫോട്ടോ പോലും, പലതരത്തിലുള്ള വ്യാജ ഫോട്ടോകളും ഇതിനെ ചൊല്ലി ഈ ബസ്സിന്റെ ഫോട്ടോകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ബസ്സിന്റെ ദൃശ്യം ഇപ്പോഴാണ് ഇപ്പോൾ കാണുന്നതാണ്. ഈ ബസ് ഇതിനു മുന്നേ ഇറങ്ങിയതെല്ലാം വ്യാജ കുറെ ഫോട്ടോകളാണ്. ഈ ബസ്സിനെ കുറിച്ചോ മറ്റ് ഇതിന്റെ ഒരു വിവരങ്ങൾ പോലും ഇതുവരെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ സൗകര്യങ്ങളും അതുപോലെ തന്നെ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്ന രീതിയിലാണ്. ഏതായാലും 24 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, അതായത് ഒരു മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. ടൂറിസത്തിന് നിരവധി കാരവാൻ മോഡലുകൾ തന്നെയാണ് ഈ ബസ് ഉള്ളത്. നിരവധി കാരവാനുകൾ ഇപ്പോൾ തന്നെ ടൂറിസത്തിനായി ഓരോ ജില്ലകളിലുമുണ്ട്. പക്ഷേ ഇതെല്ലാം നഷ്ടത്തിലാണ്. വാടക കിട്ടാതെ, കാരണം ഇതിന് മൈലേജ് വളരെ കുറവാണ്. വലിയ തുക ഇതിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഇതിന് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ് ഇനി ഭാവിയിൽ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയില്ല. ഏതായാലും ഈ ബസ്സിനെ കുറിച്ച് ഒരു വിവരവും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ ബസ്സാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ഈ കമ്പനിയുടെ യാർഡിൽ നിന്നും പുറത്തു പോകുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും നാളെ രാവിലെയോടുകൂടി ബസ് എത്തും. ഈ ബസ് വലിയ ഹൈലൈറ്റ് തന്നെയാണ്. ഇതിൽ ബസ്സിനെ ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ വിവാദം ഉയർന്നത്. എന്തായാലും ഈ ബസ് ഈ പരിപാടിക്കെത്തുന്നവർക്കും ഒരു കൗതുകവും കാഴ്ചയും കൂടിയായിരിക്കും. എന്നാൽ ആ രീതിയിലാണ് ബസ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വളരെ പ്രത്യേകതയുള്ള ഒരു ബസ്സാണ്. ഒരുപക്ഷെ KSRTCയുടെ ഏറ്റവും ആഡംബരമുള്ള ബസ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. തന്നെയാണ്. ശരി ബൈജു, തുടരാമോ? വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ആഡംബര ബസിന്റെ ദൃശ്യങ്ങൾ ആദ്യമായി ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നു, പുറത്തുവിടുന്നു. ഈ ബസ്സുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് ഈ നവകേരള സദസ്സുമായുള്ള ആദ്യം മുതൽ തന്നെ വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത്. ആ ബസ്സാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയധികം ആർഭാടത്തോടെ പണിത് പിന്നീട് എന്ത് എന്നുള്ളൊരു ചോദ്യം അത് വലുതായി നിലനിൽക്കുന്നു. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരിക്കും? മറ്റൊന്ന് പ്രധാനപ്പെട്ടത്, ഈ ബസ് കാണുന്നത് നമ്മുടെ നാടുകളിലൂടെയൊക്കെ നിലവിലെ സാഹചര്യത്തിൽ ഈ റോഡുകളെല്ലാം കുളമായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനപ്പുറം ഇത് വലിയ ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സിനോളം വലിപ്പമുള്ള അത്ര വലിയ ബസ്സാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താൻ സാധിക്കുമോ ഇവരുദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി ഇതിൽ തുടരുന്ന വിവാദങ്ങൾ? പിന്നെ എന്തായാലും വലിയ ആഡംബര ബസ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ബസ്സാണ് ഇപ്പോൾ. ഏതായാലും ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. എന്താണ് ബസ്സിനുള്ളിലുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ സംവിധാനങ്ങൾ? ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ബംഗളൂരുവിൽ നിന്ന് ബസ് അരമണിക്കൂർ മുമ്പാണ് കേരളത്തിലേക്ക്, കാസർഗോഡേക്ക് പുറപ്പെട്ടത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സാധാരണ നമ്മൾ കാണുന്ന വോൾവോ ബസ് സമാനമായ ഒരു ബസ്സാണ്. അത് എത്രത്തോളം ആഡംബരം ഉള്ളിലുണ്ട്, അത് പൂർണ്ണമായും അത്യാഡംബരമുള്ള ബസ്സാണോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമുള്ള ബസ്സാണോ എന്നൊക്കെ അതിന്റെ ഉള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന ശേഷം മാത്രം പറയാൻ കഴിയും. ഏതായാലും മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ 20 മന്ത്രിമാരും സഞ്ചരിക്കേണ്ട ബസ്സാണ്. അവർക്ക് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ അതിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കോൺഫറൻസ് റൂം അടക്കം അത്യാവശ്യ യോഗം ചേരേണ്ടി വന്നാൽ യോഗം ചെയ്യാനുള്ള കോൺഫറൻസ് റൂം, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യവും ഒക്കെ ബസ്സിനുള്ളിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഡംബരം ഈ ബസ്സിലുണ്ടോ എന്ന കാര്യമൊക്കെയാണ് ഇനിയും വ്യക്തമാകേണ്ടത്. ഏതായാലും ഇതിന്റെ ഉൾവശം വൈകാതെ ഉൾവശ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി അർദ്ധരാത്രിയോടുകൂടി ബസ് ബംഗളൂരുവിൽ നിന്ന് കാസർഗോഡേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. 7 മണിക്കൂർ എങ്കിലും യാത്ര വേണ്ടിവരും ബംഗളൂരുവിൽ നിന്ന് കാസർഗോട്ടേക്കുള്ളത്. ഇവിടെ പോലീസിന്റെ AR ക്യാമ്പിലേക്കാണ് ഈ ബസ് കൊണ്ടുവരിക. അവിടെ നിന്ന് മറ്റന്നാൾ മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ ബസ് വിട്ടുകൊടുക്കും. നാളെ വൈകിട്ട് ഒരു ആദ്യ ഉദ്ഘാടന യോഗമുണ്ട്. അവിടേക്ക് ബസ് എത്തുമോ എന്ന കാര്യം വ്യക്തതയില്ല. ഏതായാലും മന്ത്രിമാരുടെ വാഹനങ്ങളും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇന്ന് ഈ ബസ്സിൽ തന്നെ വരും ദിവസങ്ങളിൽ സഞ്ചരിക്കും എന്നാണ് ഇന്ന് നമ്മോട് സംസാരിച്ച അഹമ്മദ് ദേവർകോവിൽ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ഏതായാലും ആ ബസ് വരുന്നു. അത്
എത്രത്തോളം ആഡംബരമുണ്ട്, എത്രത്തോളം സംവിധാനങ്ങൾ അതിനകത്തുണ്ട് എന്ന കാര്യമൊക്കെയാണ് ഇനി കൗതുകമുള്ളത്. 1,05,00,000 രൂപയാണ് ബസ്സിന് വേണ്ടി സർക്കാർ അനുവദിച്ചത്. KSRTCയുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ട്രഷറി നിയന്ത്രണവും മാറ്റിവെച്ചുകൊണ്ട് ഈ ബസ് ഇറക്കാൻ സർക്കാർ പണം നൽകുകയായിരുന്നു. ബംഗളൂരുവിലെ പ്രത്യേക വർക്ക്ഷോപ്പിൽ ഇതിന്റെ രൂപമാറ്റം വരുത്തിയാണ് ഈ ബസ് പുറത്തിറക്കുന്നത്. 40 ലക്ഷം രൂപയ്ക്ക് ഇതിന്റെ ബോഡി വാങ്ങി അതിനുശേഷം അതിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുകയായിരുന്നു. ഈ നവകേരള സദസ്സിന് ശേഷം ഈ ബസ് KSRTCയുടെ സമ്പത്തായി മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗതാഗത ഏത് തരത്തിലായിരിക്കും അതിനെ ഉപയോഗിക്കുക ടൂറിസം? ആന്റണി രാജു വ്യക്തമാക്കിയത് അത് അദ്ദേഹം പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് KSRTCയുടെ ആഡംബര സർവീസുകൾക്ക് ഉപയോഗിക്കും. നിരവധി പേർ ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ഒരു കാരവാൻ മാതൃകയിൽ സഞ്ചരിക്കുന്ന ഒരു ആഡംബര വസതി എന്നൊക്കെ തരത്തിൽ പലരും ഈ വാഹനങ്ങൾ KSRTCയോട് ആവശ്യപ്പെടാറുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും അത്തരം കാര്യങ്ങൾക്ക് കൂടി ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യമൊക്കെ KSRTC ആലോചിക്കുന്നുണ്ട്. ടൂറിസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഈ സംവിധാനത്തെ ഉപയോഗിക്കാനാകുമോ? തന്നെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ റോഡുകളിൽ ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യമൊക്കെ പിന്നീട് കണ്ടറിയേണ്ടതാണ്. ഏതായാലും ഇത്തരം ബസ്സുകൾ നമ്മൾ നേരത്തെയും നിരവധി കണ്ടിട്ടുണ്ട്. ഇതിന്റെ പുറം ഭാഗം കാണുമ്പോൾ ഒരു സാധാരണ നമ്മുടെ തെരുവുകളിലൂടെയൊക്കെ പോകുന്ന ബസ് തന്നെയാണ്. ഇതിന്റെ ഉൾഭാഗത്ത് എന്താണെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. കോൺഫറൻസ് റൂം അടക്കമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. പ്രത്യേകം സജ്ജീകരിച്ച ഓഫീസ് സംവിധാനം ഇതിലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. പക്ഷെ അതെല്ലാം തീർത്തും അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്താണ് ബസ്സിനുള്ളിലുള്ളത്, എന്താണ് ഇതിൽ ഒരു അത്ഭുതം സർക്കാർ കരുതി വച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന കാര്യമൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാകൂ. ഏതായാലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ നവകേരള സദസ്സിന്റെ ഭാഗമായി 140 മണ്ഡലങ്ങളിലും സഞ്ചരിക്കാനുള്ള പ്രത്യേക വാഹനം തയ്യാറായി കഴിഞ്ഞു. അത് കേരളത്തിലേക്ക് ഏകദേശം അരമണിക്കൂർ മുമ്പ് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടു. അത് ഇന്ന് രാത്രിയോടുകൂടി കാസർഗോഡേക്ക് എത്തിച്ചേരും. നാളെയാണ് നവകേരള സദസ്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേശ്വരത്ത് പൈവള്ളികയിൽ നിർവഹിക്കുക. അടുത്ത ദിവസം കാസർഗോഡ് ജില്ലയുടെ മറ്റു മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടക്കും. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് സഞ്ചരിക്കണമെന്ന ഒരു ആശയം ഉടലെടുക്കുകയും അതിന്റെ ഭാഗമായി KSRTC ഇത്തരമൊരു പ്രത്യേക ബസ് ഏർപ്പെടുത്തുകയുമായിരുന്നു. ആ ബസ്സാണ് ഇപ്പോൾ ന്യൂസ് 18ലൂടെ കേരളം ലോകം കാണുന്നത്. ന്യൂസ് 18 ആ ദൃശ്യങ്ങളാണ് പുറത്തുവിടുന്നത്. വലിയ ആകാംക്ഷ ഉണ്ടാക്കിയിരുന്നു. ഏത് രൂപത്തിലുള്ള ഒരു ആഡംബര സംവിധാനമാണ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമായി യാത്രയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നത്? എന്താണ് അതിനുള്ളിലെ ആഡംബരം, എന്താണ് അതിനുള്ളിലുള്ള ആഡംബര ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ സാധാരണ ഒരു ബസ് മാത്രമാണോ എന്ന കാര്യമൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ഈ ബസ് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അത് കേരളത്തിലേക്കുള്ള യാത്രയിലാണ്. നാളെ ഇന്ന് രാത്രിയോടുകൂടി അത് കാസർഗോഡ് എത്തിച്ചേരും. ധന്യ. നന്ദി അരുൺ. നവകേരള സദസ്സിനുള്ള ആഡംബര ബസിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. നവകേരള സദസ്സിന് പ്രത്യേക ബസ് ബംഗളൂരുവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അരമണിക്കൂർ മുമ്പ് ബസ് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടു. നാളെയാണ് നവകേരള സദസ്സ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റന്നാൾ മുതൽ ഓരോ മണ്ഡലത്തിലൂടെയും ഈ ബസ്സിലായിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സഞ്ചരിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും എല്ലാ മന്ത്രിമാരും എത്തും. ഈ വാഹനത്തിലായിരിക്കും എല്ലായിടങ്ങളിലും ആളുകൾ എത്തുക, ജനങ്ങളുമായി സംവദിക്കുക. ബസ് ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഏറെ ചർച്ചയായ വിവാദമായ ഒരു ബസ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമുണ്ടാക്കിയ കാര്യം കൂടിയാണ് ഈ ബസ്സുമായി ബന്ധപ്പെട്ടത്. 1,05,00,000 രൂപ ചെലവഴിച്ചാണ് ഈ ആഡംബര ബസ് നിർമ്മിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഈ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച ബസ്സാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ എന്താണ് ബസ്സിനുള്ളിൽ എന്നൊക്കെയുള്ള കൗതുകം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കുണ്ടാകും. ഓരോരുത്തർക്കും അതറിയാനുള്ള താല്പര്യമുണ്ടാകും. നേരത്തെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളോ ഇല്ലെങ്കിൽ ഫേക്ക് ഫോട്ടോകൾ മാത്രമല്ലാതെ മറ്റൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം, ഇത്രയധികം വിവാദമുണ്ടാക്കിയ ആ ബസ്സിൻ്റെ രൂപമാണ്, ബസ്സാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.